ഏതായാലും നമുക്ക് ബംഗാളിലേക്ക് ഒന്ന് പോകാം. എന്താണ് ഈ മമത ഫാക്ടർ അവിടെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഈ വയലൻസ് ഭയങ്കരമായി റിപ്പോർട്ട് ചെയ്തപ്പോൾ കിരൺ, ഞാൻ വിചാരിച്ചത് എന്താണ് ഇത്രയും വയലൻസ്? അത് ബംഗാളിൽ സ്വാഭാവികമായി ഉള്ളതാണ്, പക്ഷേ അത് ഒരുപക്ഷെ അത് ഒരു തിരിച്ചടിയാകുമോ എന്നൊക്കെ ഞാൻ ആശങ്കപ്പെട്ടിരുന്നു. പക്ഷേ സ്വാഭാവികമായും അത് മമതയുടെ ഒരു തേരോട്ടം അവിടെ ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നു. 7 സീറ്റ് അധികം നേടി. ചിലപ്പോൾ ഈ സന്ദേശ് കലിയൊക്കെ ഉണ്ടായതുകൊണ്ടായിരിക്കും മമതയ്ക്ക് സന്ദേശ് കലി ഇവരെ നെഗറ്റീവായി ബാധിക്കുമെന്നല്ലേ പറഞ്ഞത്? അതെ, അത് അങ്ങനെ ഉണ്ടായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ മമതയ്ക്ക് ഈ പറയുന്ന പോലെ ബിജെപിക്ക് 12 സീറ്റ് പോകുന്ന അവസ്ഥ ചിലപ്പോൾ ഉണ്ടായത്. അങ്ങനെയും വരാം. അതിന്റെ കണക്കിൽ കൂടുതൽ പരിശോധിച്ചാൽ മനസ്സിലാവും. ചിലപ്പോൾ അല്ലെങ്കിൽ മമത കുറെ കൂടി വിജയം ചിലപ്പോൾ നേടുന്ന ഒരു അവസ്ഥയിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അറിയാമല്ലോ, ഏകദേശം 70-80% സ്ഥലങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് വിജയിക്കായിരുന്നു ആരുടെ. ഇപ്പോഴത്തെ തവണയും അത് കഴിഞ്ഞിട്ട് ഈ 5-6 മാസമല്ലേ ആവുന്നുള്ളൂ. അതിനിടയിൽ മമതയുടെ അങ്ങനെ വേറെ സന്ദേശ് കലി അല്ലാതെ മറ്റ് നെഗറ്റീവ് കാര്യമായി വരുന്നില്ല. ചിലപ്പോൾ അത് ഒരു തരത്തിൽ ബാധിച്ചിട്ടുണ്ടാകാൻ സാധ്യത കൂടിയുണ്ട്. എന്തായാലും നമുക്ക് CPM അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ നിരാശാജനകമായ, പാർട്ടി വളരെ ഗൗരവത്തോടെ നോക്കിക്കാണേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. സാധാരണഗതിയിൽ BJP ഏതെങ്കിലും സംസ്ഥാനത്ത് സീറ്റുകൾ കുറയുമ്പോൾ അത് മറ്റ് സംസ്ഥാനത്ത് കണ്ടെത്താറുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ BJP സീറ്റ് കൂടുമെന്ന് കണക്കൂട്ടിയ സംസ്ഥാനത്ത് BJPക്ക് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് തിരിച്ചടി ഉണ്ടായ ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ എന്ന് തന്നെ പറയാം. കാരണം 18 സീറ്റായിരുന്നു കഴിഞ്ഞ തവണ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10% വോട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് 40%ആക്കി BJP വർദ്ധിപ്പിക്കുകയും 18 സീറ്റുകൾ വിജയിക്കുകയും ചെയ്തത്. പക്ഷേ ഇത്തവണ BJP 12 സീറ്റിൽ ഒതുങ്ങുകയാണ് ചെയ്തത്. BJPക്ക് മാത്രമല്ല എക്സിറ്റ് പോളുകളും ബംഗാളിന്റെ കാര്യത്തിൽ പരാജയപ്പെട്ടു. അതായത് BJPയോടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകുമെന്ന് പറഞ്ഞെടുത്ത് തൃണമൂൽ 7 സീറ്റ് അധികം നേടിക്കൊണ്ട് 29 സീറ്റുകൾ നേടുന്നു. BJP 12 സീറ്റിൽ ഒതുങ്ങുമ്പോൾ 6 സീറ്റ് കുറയുന്നു. കോൺഗ്രസിന് ഒറ്റ സീറ്റ് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത്. ഓർക്കണം, അവിടെ ഇടത് മുന്നണിയുമായി സഖ്യമുണ്ടായിരുന്നു കോൺഗ്രസ്. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് മത്സരിച്ച് 2 സീറ്റ് നേടിയെങ്കിൽ ഇത്തവണ സഖ്യം വരുമ്പോൾ ഒറ്റ സീറ്റിലേക്ക് ഒതുങ്ങുന്നു. പ്രത്യേകിച്ച് മമതാ ബാനർജിയും അധീർ രഞ്ജനും തമ്മിലായിരുന്ന തർക്കമാണ് അത് സഖ്യം പിന്നീട് ഇല്ലാത്ത രീതിയിലേക്ക് പോയത്. 2 സീറ്റുകൾ ആദ്യം മമത നൽകാമെന്ന് പറയുന്നു, പക്ഷേ അത് അധീർ രഞ്ജൻ അംഗീകരിക്കുന്നില്ല. അങ്ങനെ മമത ഒറ്റയ്ക്ക് മത്സരിക്കുന്നു. പക്ഷെ അതിന് തിരിച്ചടി ഉണ്ടായത് കോൺഗ്രസിനും ആ ഒരു തിരിച്ചടി ഉണ്ടായെന്ന് തന്നെ പറയാം. ഒറ്റ സീറ്റിൽ കോൺഗ്രസ് ഒതുങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് മാൾദ പോലുള്ള മണ്ഡലത്തിലാണ് എന്നാണ്. അധീർ രഞ്ജൻ അവിടെ പരാജയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാൾദ ദക്ഷിൺ മണ്ഡലത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഏതായാലും വിജയിച്ച് കയറിയിട്ടുള്ളത്. അല്ല, അവിടെ ഈ തർക്കം ഒരു ഘട്ടത്തിൽ വലിയ രൂക്ഷമായി മല്ലികാർജ്ജുൻ ഖാർഗെ ഇടപെടുകയും അധീർ രഞ്ജൻ ചൗധരി ഇങ്ങനെ പറയാനൊന്നും ഞങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. അധീർ രഞ്ജൻ ചൗധരി അതിന് മറുപടിയായി എന്നെ തകർക്കാൻ, പാർട്ടിയെ നോർത്ത് ഈസ്റ്റിൽ തകർക്കാൻ ശ്രമിക്കുന്ന ഒരാളുമായി യാതൊരു തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് ഞാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് അതിനെ എനിക്ക് തോന്നി അധീർ രഞ്ജന്റെ പരാജയത്തിന് മറ്റൊരു കാരണം കൂടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെ CPM-ഉം കോൺഗ്രസും യോജിച്ചാണ് മത്സരിക്കുന്നെങ്കിലും അധീർ രഞ്ജൻ ചൗധരി എത്രയോ കാലമായി 5ാമത്തെ തവണയോ മറ്റോ ആണെന്ന് തോന്നുന്നു അദ്ദേഹം തുടർച്ചയായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ അധീർ രഞ്ജൻ ചൗധരി പണ്ട് അദ്ദേഹത്തിന്റെ സൈക്കിൾ യാത്രയൊക്കെ വളരെ പ്രശസ്തമാണ്. അദ്ദേഹം CPM അവിടെ ബംഗാൾ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ മണ്ഡലം മുഴുവൻ സൈക്കിളിൽ യാത്ര ചെയ്ത് ആ സൈക്കിൾ ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിലൊക്കെ പോയപ്പോൾ ആ സൈക്കിൾ അങ്ങോട്ട് പ്രത്യേകമായിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഈ സാധാരണക്കാരുമായിട്ട് ഇടപെട്ട് ലോക്സഭാ കക്ഷി നേതാവൊക്കെയാണ്, പക്ഷേ ഇപ്പോഴും ഏറ്റവും സാധാരണക്കാരുമായിട്ട് ഇടപെട്ട് ഒക്കെ നിൽക്കുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു. പക്ഷേ CPM-ഉം അധീർ രഞ്ജൻ ചൗധരിയായിട്ട് എത്രയോ കാലമായി വലിയ ഫൈറ്റ് നടന്നിട്ടുള്ളതാണ്. അവിടെ നിൽക്കുന്ന CPM-കാർക്ക് മമതയേക്കാൾ വലിയ ശത്രുവാണ് യഥാർത്ഥത്തിൽ അധീർ രഞ്ജൻ ചൗധരി. അപ്പോൾ അധീർ രഞ്ജൻ ചൗധരിക്ക് എത്രത്തോളം CPM-ന് വോട്ട് കിട്ടിക്കാണുമെന്നുള്ളതൊക്കെ വർക്കൗട്ട് ആയില്ല. അതുകൊണ്ടായിരിക്കണം അദ്ദേഹത്തിന് ഇത്തവണ പരാജയം സംഭവിച്ചത്. അത് മാത്രമല്ല 40% ന്യൂനപക്ഷ വോട്ടുണ്ട്. കൃത്യമായി അധീർ രഞ്ജനെ തോൽപ്പിക്കുക എന്നൊരു ലക്ഷ്യം കൂടി മമതയ്ക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഗുജറാത്തിൽ നിന്ന് നേരെ യൂസഫ് പഠാൻ എന്ന ക്രിക്കറ്ററെ അവിടെ കൊണ്ടുവരികയും അത് പരീക്ഷിച്ച് വിജയിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു പരാജയം ഏതായാലും അധീർ രഞ്ജന്, പ്രത്യേകിച്ച് കോൺഗ്രസ് ഈ വലിയ മുന്നേറ്റം നടത്തുമ്പോൾ കോൺഗ്രസിന്റെ സഭാകക്ഷി നേതാവ് അവിടെ പരാജയപ്പെടുന്നു. അതൊരു പ്രധാനപ്പെട്ട നീക്കം. മമത ഒരു തരത്തിൽ എല്ലാ തരത്തിലും ജയിച്ചു നിൽക്കുകയാണ്. മമത BJP-യുടെ വലിയ എതിർപ്പുകൾ വന്ന് മോദിയായിട്ട് നേരിട്ട് ഏറ്റുമുട്ടുന്നു, അവിടുത്തെ ഗവർണറുമായിട്ട് ഏറ്റുമുട്ടുന്നു, അവിടെ ശക്തി തെളിയിച്ചു. ഒപ്പം കോൺഗ്രസുമായി സൗഹൃദത്തിൽ നിൽക്കുമ്പോഴും കോൺഗ്രസിനകത്തെ മമതയുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അധീർ രഞ്ജൻ ചൗധരിയാണ്. അദ്ദേഹത്തെ വളരെ കൃത്യമായി തന്നെ ഈ പറയുന്നത് ഇയാൾ പറഞ്ഞ ഏറ്റവും പ്രധാനം ആ മുസ്ലിം വോട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു നിർണായക ഘടകമെന്ന് കണ്ട് അവിടെ കൃത്യമായ അവിടെ നിന്ന് അല്ലാത്ത പുറത്തു നിന്നൊരു മുസ്ലിമിനെ കൊണ്ടുവരുന്നു, മത്സരിപ്പിക്കുന്നു. കൃത്യമായ അധീർ രഞ്ജൻ ചൗധരിയെയും അവർ പരാജയപ്പെടുത്തി. കോൺഗ്രസിനുള്ളിലെ എതിരാളിയെയും BJP-ക്കാരെയും ഒരേ സമയം പരാജയപ്പെടുത്തി വിജയിച്ചു നിൽക്കുകയാണ് മമത എന്ന് വേണമെങ്കിൽ പറയാം. ഇതില് ഒരുപക്ഷെ BJP-ക്കാർക്ക് വേണമെങ്കിൽ ഒരു ആർഗ്യുമെന്റ് സേക്കിൽ പറയാം കേട്ടോ. കാരണം നിങ്ങളുടെ നേതാവ് തോറ്റു എന്ന് വെച്ചാൽ കോൺഗ്രസ് സഭാ നേതാവ് തോറ്റു എന്ന് വേണമെങ്കിൽ ഒരു ആർഗ്യുമെന്റ് സേക്കിന് പറയാം. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും
ഞാൻ അത്ഭുതപ്പെട്ട ഒരു ഘട്ടം, ആദ്യം വോട്ട് കൗണ്ടിംഗ് തുടങ്ങിയ ഘട്ടത്തിൽ വാരണാസിയിൽ നരേന്ദ്രമോദി പുറകിലോട്ട് പോയി എന്ന് പറയുന്ന ഒരു ഘട്ടം. അപ്പോൾ പാർലമെൻറ്റിലെ രണ്ട് പ്രമുഖർ, അതായത് ഭരിക്കുന്ന കക്ഷിയുടെ തലവനും പ്രതിപക്ഷത്തിൽ ആദ്യം തോൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നുള്ളൊരു ആശങ്ക. ഏതായാലും നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. അധീർ രഞ്ജൻ ചൗധരിക്ക് അവിടെ മോദിയുടെ വിജയം എന്ന് വെച്ചാൽ 5 ലക്ഷം കടക്കുന്ന മോദിയെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ അതൊരു അദ്ദേഹത്തിന് തന്നെ തിരിച്ചടിയാണ്. കാരണം ഒരു ഘട്ടത്തിൽ 50,000 വോട്ടിന് വരെ പിന്നിൽ പോകുന്നു, പിന്നീട് ജയിക്കുമ്പോൾ പോലും 5 ലക്ഷം കടക്കും. 4.25 ലക്ഷത്തിനാണ് കഴിഞ്ഞ തവണ ജയിച്ചത്. അജയ് റായെ സംബന്ധിച്ച നേട്ടമാണ്. കാരണം അദ്ദേഹം തുടർച്ചയായി പരാജയപ്പെട്ടു. 2014 മത്സരിച്ചു, 2019 മത്സരിച്ചു, അതിന് മുൻപും മത്സരിച്ചിട്ടുണ്ട്. മുൻപ് വാരണാസി MLA ആയിരുന്നു. ഇപ്പോൾ ലോക്കൽ ബോയ് എന്ന് അദ്ദേഹം പറയാറ്. പക്ഷേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് വർക്കൗട്ട് ആയിട്ടില്ല. 4ാം സ്ഥാനത്ത് മറ്റായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അജയ് റായ് ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് 1.5 ലക്ഷത്തിൽ പ്രധാനമന്ത്രിയുടെ ഭൂരിപക്ഷം BJP ഏതാണ്ട് 7 ലക്ഷത്തെ എത്തിക്കും, 10 ലക്ഷം വോട്ട് നേടും, 7 ലക്ഷം ഭൂരിപക്ഷം നേടും എന്നൊക്കെ പറയുമ്പോഴാണ് അത് 1.5 ലക്ഷമായി കുറയ്ക്കുന്നത്. അത് അജയ് റായിയെ സംബന്ധിച്ചും വലിയ ക്രെഡിറ്റ് ആണ്. മാത്രമല്ല അമേഠിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും അതേപോലെ കിരോഡിലാൽ വലിയ ഒരു നേട്ടമാണ്. കാരണം രാഹുൽ ഗാന്ധി തോറ്റെടുത്ത് അദ്ദേഹം ജയിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല സ്മൃതി ഇറാനിയെ പോലെ കരുത്തിയായ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ നേതാവ്, മോദിയുടെ വിശ്വസ്തയായ നേതാവ്, അതോടൊപ്പം തന്നെ എപ്പോഴും ഏറ്റവും കേന്ദ്രത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്ന കേന്ദ്രമന്ത്രിയായിട്ടൊക്കെ ഇരിക്കുന്ന ഒരാളെ അവിടെ വന്നൊരു സാധാരണ ആൾ വന്ന് പരാജയപ്പെടുത്തി എന്ന് പറയുമ്പോൾ അത് ഈ പറയുന്ന പോലെ ലോക്കൽ ബോയുടെ ഒരു ഞാൻ രാകേഷ് ലോക്കൽ ബോയ് എഫക്റ്റിനെ കുറിച്ച് അത് ഓർത്താണ്. പക്ഷേ ഈ നമ്മൾ ബംഗാളിനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്ത് കൊണ്ടുവന്നത്. ബംഗാളിലെ ഒരു റീജിയണൽ പൊളിറ്റിക്സ് എങ്ങനെയാണ് രാകേഷ് വർക്കൗട്ട് ആയിരിക്കുന്നത്? അവിടെ എല്ലായിടത്തും ഈ തൃണമൂൽ കോൺഗ്രസിന്റെ നിറവാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൊൽക്കത്ത സീറ്റ് മുഴുവൻ അവരെ വാരി എടുത്തിട്ടുണ്ട് എന്ന് വ്യക്തമാണ്. ഒരു വെസ്റ്റേൺ പ്രദേശം, പിന്നെ ഓൾറെഡി BJPക്ക് നോർത്തേൺ വെസ്റ്റ് ബംഗാളിൽ കുറച്ചൊരു സ്വാധീനമുള്ള മേഖലകളാണ്. അവിടെ അവർക്ക് ആധിപത്യം തുടരാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊൽക്കത്ത പതിവ് പോലെ തൃണമൂൽ, അതായത് CPM-ന്റെ കാലത്തും കൊൽക്കത്ത നഗരം തൃണമൂലിനൊപ്പമാണ്. അതിപ്പോൾ BJP അവിടെ വേരോട്ടം ഉണ്ടാക്കുമ്പോഴും ആ ആധിപത്യത്തിന് മാറ്റമില്ല. പ്രത്യേകിച്ച് ഈ കൊൽക്കത്ത നഗരത്തിലാണ് ഈ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. പക്ഷേ സന്ദേശ് ഉൾപ്പെടെപ്പെടുന്ന ബസീർഘട്ട് അടക്കമുള്ള മണ്ഡലങ്ങളും ഈ അവസാന ഘട്ടത്തിലായിരുന്നു. പക്ഷേ അതൊന്നും ഏശിയിട്ടില്ല എന്ന് വേണം ഈ അവസാനഘട്ട വോട്ടെടുപ്പിന്റെ ചിത്രം മനസ്സിലാക്കുന്നത്. തൃണമൂൽ കോൺഗ്രസ് തന്നെ അവിടെ 5 സീറ്റുകളിലും വിജയിക്കുകയാണ്. BJPക്ക് ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റു മേഖലകളിലേക്ക് കടക്കുമ്പോൾ എന്താണ് സാഹചര്യം എന്നുകൂടി പരിശോധിക്കാം. നോർത്തേൺ ബംഗാളിലേക്ക് പോകുമ്പോൾ അവിടെ BJP അവരുടെ കഴിഞ്ഞ തവണത്തെ ഒരു നേട്ടം ഉണ്ടായില്ല എന്ന് പറയുമ്പോഴും വലിയ തകർച്ച BJPക്ക് അവിടെ ഉണ്ടായിട്ടില്ല എന്നുകൂടി ഇതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഒറ്റ സീറ്റിന്റെ കുറവ് മാത്രമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പോഴും BJP തന്നെയാണ് നോർത്തേൺ ബംഗാളിൽ ആധിപത്യമുള്ള പാർട്ടി. അതായത് കഴിഞ്ഞ തവണ 7 സീറ്റായിരുന്നെങ്കിൽ ഇത്തവണ അത് 6 സീറ്റായി ചുരുങ്ങി. തൃണമൂൽ കോൺഗ്രസ് അവിടെ ഒരു സീറ്റ് നേടി. കോൺഗ്രസിന് ലഭിച്ചിരിക്കുന്ന മാൽദ നോർത്ത് മണ്ഡലവും ആ മേഖലയിൽ നിന്നാണ്. അതാണ് നോർത്തേൺ ബംഗാളിന്റെ സാഹചര്യം. ഇനി ഈ മുഹമ്മദ് സലീം അവിടെ പരാജയം ഏറെക്കുറെ അത് ഉറപ്പായിരുന്നല്ലേ പരാജയപ്പെടുമെന്ന്? ഒരു ഘട്ടത്തിലൊക്കെ മുഹമ്മദ് സലീം മുന്നിൽ നിന്നൊക്കെയാണ്. എല്ലാവരും ബംഗാളിൽ നിന്ന് ഒരു CPM-നും ഒരു ലെഫ്റ്റ് മൂവ്മെന്റിനൊക്കെ അനുകൂലമായ ഒരു വാർത്ത എന്ന മട്ടിലൊക്കെ വന്നതാണ്. പക്ഷേ അവസാന റൗണ്ടുകളിലേക്ക് വന്നപ്പോഴേക്കും മുഹമ്മദ് സലീം പിന്നിൽ പോകുന്നതും പരാജയപ്പെടുന്ന അവസ്ഥയിലേക്കാണ് ഉണ്ടായത്. സൗത്ത് ഈസ്റ്റ് ബംഗാൾ തൃണമൂൽ 2 സീറ്റ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. BJP അവിടെ തൃണമൂലിന് തന്നെയായിരുന്ന ആധിപത്യം. കഴിഞ്ഞ തവണ 8 സീറ്റ് ഉണ്ടായിരുന്ന ഇത്തവണ 10 വർദ്ധിപ്പിക്കുന്നു. BJP 3-ൽ നിന്ന് 2 ചുരുങ്ങുന്നു. ഇതാണ് സൗത്ത് ഈസ്റ്റ് ബംഗാളിന്റെ സാഹചര്യം. ഇനി സൗത്ത് വെസ്റ്റിലേക്ക് പോകുമ്പോൾ തൃണമൂലിന്റെ ഒരു ആധിപത്യമാണ് അവിടെ കാണുന്നത്. 13 സീറ്റുകളിൽ തൃണമൂൽ വിജയിക്കുന്നു. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 4 സീറ്റുകൾ അധികമായി നേടുമ്പോൾ BJPക്ക് നഷ്ടം ഈ മേഖലയിലാണ് വലിയ രീതിയിൽ സംഭവിച്ചിട്ടുള്ളത്. 8-ൽ നിന്ന് 4-ലേക്ക് ഒതുങ്ങിയിരിക്കുകയാണ് BJP.